നമസ്കാരം. വീണ വിജയന്റെ വീട്ടിൽ പിണറായി വിജയന്റെ വീട്ടിലാണല്ലോ റെയ്ഡ് നടത്തിയത്. വീണ വിജയൻ കൂടെ ഉണ്ടായിരുന്നു, താമസിച്ചത് പിണറായി വിജയന്റെ കൂടെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടിമകൾക്ക് വേദന വന്നത് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തതിലാണല്ലോ. അപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ താമസിച്ചിരുന്ന വീണ വിജയനെതിരെയുള്ള റെയ്ഡും കഴിഞ്ഞ് കോടതിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. സമൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ഹാജരാകണം ചോദ്യം ചെയ്യലിന് എന്നാണ് വീണ വിജയനോട് ED പറഞ്ഞിട്ടുള്ളത്. കുറച്ചു പേർ വളരെ അസ്വസ്ഥരാണ്. ചിലർക്കൊന്നും ആണെങ്കിൽ വീണ വിജയൻ ആരാണെന്ന് ഇപ്പം അറിയുക പോലും ഇല്ല. ആദ്യമൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന EDയെ വകവരുത്തിക്കളയും, വീണ വിജയനെ ലക്ഷ്യം വെക്കുന്നതിലൂടെ പിണറായി വിജയനെയാണ് ലക്ഷ്യം വെക്കുന്നത്, ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് റോഡിലിറങ്ങി പ്രകടനം നടത്തിയവരൊക്കെ വീണ വിജയനായി തൈക്കണ്ടിയായി അവരുടെ കുടുംബമായി കുടുംബ പ്രശ്നം, അതിനകത്ത് പ്രസ്ഥാനം ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഈ കാര്യത്തിലൊന്നും ഇനി ഒരു അഭിപ്രായം പറയുന്നില്ല, വീണ വിജയന് കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവര് നിയമപരമായിട്ട് മുന്നോട്ട് പൊക്കോളും, ഞങ്ങളില്ലേ ആ ഒരവസ്ഥയില്ല. വീണയ്ക്ക് ED സമൻസ് കൊടുത്തിട്ടുണ്ട്. വീണ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ള ഒരു ലേഡിയാണ്, അവരത് ചെയ്തോളും. കൃഷ്ണദാസ് അങ്കിളിന് അറിയാം വീണയുടെ കഴിവും പ്രാപ്തിയുമല്ല. വീണയ്ക്ക് നല്ല കഴിവും പ്രാപ്തിയുമുള്ള ആളാണ് EDയുടെ സമൻസിനെ നേരിടാൻ. പക്ഷെ റെയ്ഡിനെ നേരിടാനുള്ള കഴിവും പ്രാപ്തിയും വീണയ്ക്ക് കുറവായിരുന്നു. അതുകൊണ്ടാണ് അടിമകളെല്ലാം കൂടെ ഇരച്ചങ്ങോട്ട് ചെന്ന് EDയുടെ വാഹനത്തിന് ഉൾപ്പെടെ ആക്രമിച്ചതും വിവരദോഷം പ്രസംഗിച്ചതും. അങ്ങനെയാണോ കൃഷ്ണദാസ് അങ്കിളെ? നിയമത്തിന്റെ വഴിക്ക് വരട്ടെ എന്ന് വീണയ്ക്ക് പറയാനുള്ളത് വീണ നേരത്തെ തന്നെ SFIO ഒക്കെ പറഞ്ഞു എന്നുള്ളതല്ലേ പത്രവാർത്തയിൽ വന്നത്. ചേട്ടാ, ഇതിനിടയ്ക്ക് ഒരാളോട് ചോദിച്ചപ്പം ഇതേ മറുപടിയുമായിട്ട് അടുത്ത ആൾ കയറി വന്നോ. ക്യൂ പാലിക്കാൻ വയ്യേ? ബ്രിട്ടാസണ്ണിനും ഒപ്പം അതേ അഭിപ്രായക്കാരനാ അല്ലേ? വീണയ്ക്ക് വീണയുടെ വഴി. എന്നാലും ഇത്രയും പെട്ടെന്ന് നിങ്ങളൊക്കെ പ്ലേറ്റ് തിരിക്കുമെന്ന് വിചാരിച്ചില്ല. സമൻസ് എന്ന് പറഞ്ഞപ്പം മൂത്രശങ്ക വന്നോ? മുട്ടിടിച്ചോ? ഒരു കാര്യവും ഇല്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാതെ നേരം പോക്കിന് വേണ്ടിയിട്ട് ഏതായാലും അവർ സമൻസ് കൊടുക്കത്തില്ലല്ലോ. അത് 9 പേർക്ക്. അതിലാദ്യം വീണ വിജയൻ എന്ന നിങ്ങളുടെ പിണറായി വിജയന്റെ പുത്രി. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു രക്ഷപ്പെടൽ ശ്രമം ബ്രിട്ടാസണ്ണം നടത്തിയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? വീണയ്ക്ക് പറയാനുള്ളത് വീണ നേരത്തെ തന്നെ SFIO ഒക്കെ പറഞ്ഞു എന്നുള്ളതല്ലേ പത്രവാർത്തയിൽ വന്നത്. SFIOയ്ക്കൊക്കെ കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ പത്രങ്ങളിലൂടെ അറിഞ്ഞത്. അല്ലാതെ അവർക്കൊന്നും യാതൊരു വിവരമില്ല കേട്ടോ. ഇവരൊന്നും നേരിട്ട് പരിചയം പോലും ഇല്ല. നമ്മളെപ്പോലെ തന്നെ പത്രങ്ങളിലും TV-യിലും ഒക്കെ കാണുന്ന വാർത്തകളിലൂടെ ഇവർക്കും കാര്യങ്ങളും വ്യക്തികളും ഒക്കെ അറിവുള്ളൂ. പാവങ്ങളും നിഷ്കളങ്കരാ. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചതാ. അല്ല അണ്ണാ, അന്നൊന്നും ഈ 10-13 ദിവസങ്ങൾക്ക് മുമ്പേ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ? 2 ആഴ്ചയ്ക്ക് മുമ്പ് EDയുടെ വാഹനത്തെയൊക്കെ ആക്രമിച്ച സംഭവം. ആ സമയത്ത് ഇതൊന്നും അല്ലായിരുന്നല്ലോ ആവേശം. അന്ന് വേറെ എന്തൊക്കെയോ മെനക്കെട്ട് പറഞ്ഞായിരുന്നല്ലോ. PK കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയും 15 ലക്ഷം രൂപ അവിടുന്ന് മേടിച്ചു എന്ന് പറയുന്നുണ്ട്. അതല്ലേ നിങ്ങൾക്ക് വിഷയം? കണ്ട അന്ന് എന്ത് ആവേശത്തോടെ പുതിയ പോയിന്റുകളൊക്കെ കൊണ്ടുവന്നു. കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയൊക്കെ 15-20 ലക്ഷമൊക്കെ CMRL കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ലേ എന്ന് ഇതൊക്കെ EDയുടെ മുഖത്ത് നോക്കി അങ്ങ് ചോദിച്ചാൽ പോരെ? അണ്ണാ, വീണ വിജയനെതിരായിട്ടുള്ള റെയ്ഡ് നടന്നപ്പോൾ, വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ മുന്നിൽ ചെന്ന് നിന്ന് പ്രതിരോധിക്കാൻ ഈ ഒരു ചോദ്യം പോരായിരുന്നോ? ED അപ്പോഴേ അങ്ങ് മടങ്ങത്തില്ലായിരുന്നോ? ഇനിയാണെങ്കിൽ സമയമുണ്ട്. മാളത്തിൽ ഒളിക്കാതെ ഈ സമൻസ് കൊടുത്തിട്ടില്ലേ, അപ്പോൾ അതിന് പോകാതെ നെഞ്ചും വിരിച്ച് ചെന്ന് നിന്ന് വീണയ്ക്ക് പകരം അണ്ണൻ ചെന്ന് നിന്ന് ഇതൊക്കെ പറയാ. നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ലേ? കോൺഗ്രസ്സുകാർ കാശ് വാങ്ങിച്ചതിന് വീണ വിജയം വാങ്ങിച്ചതാണോ പ്രശ്നമായി പോയതെന്ന്? ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വിഷയത്തിന് കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ കൊടുക്കുന്നത് ഞാനും കേട്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങളും വലിയ വലിയ കാശുകാരന്മാരും ഒക്കെ ഇലക്ഷനോടനുബന്ധിച്ചും അല്ലാതെ ഇവരുടെ പ്രസ്ഥാനത്തിന് ആവശ്യം വരുമ്പോഴൊക്കെ പിരിവ് പോലെ ഫണ്ടുകൾ കൊടുക്കുന്നത് സർവ്വസാധാരണമാണ്. നിങ്ങളുടെ പാർട്ടിക്കാർ ആരുടെ കയ്യിൽ നിന്നും 10ന്റെ പൈസ അങ്ങനെ വാങ്ങിക്കത്തില്ലല്ലേ? കടയുടമകളുടെ പക്കൽ നിന്നും വീടുകൾ തോറും ബക്കറ്റുമായിട്ട് നടന്നു ഒന്നും നിങ്ങളാരും പിരിക്കത്തില്ല കണ്ടവന്റെ പൈസ. അതുപോലെ അവർ വാങ്ങിച്ചപ്പം അത് പ്രശ്നം. അതായത് അപ്പം നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് വീണ വിജയൻ കാശ് വാങ്ങിച്ചതെന്നാണോ ഇനി പറഞ്ഞു വരുന്നത്? അല്ല, കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയൊക്കെ അവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതെന്ന് പറയുന്നു. അപ്പം പിണറായി വിജയന്റെ മോള് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ എല്ലാവരും കുടുങ്ങുമല്ലോ അണ്ണാ. അതും ചില്ലറ കാശുമല്ലോ ആണോ? 2,78 ലക്ഷം രൂപ പ്രസ്ഥാനമാ കൈപ്പറ്റിയതെങ്കിൽ ചെരവേർക്കും. അന്ന് നിങ്ങളുടെ ചാനലിലൊക്കെ വീണയുടെ വീട് റെയ്ഡ് ചെയ്തു എന്നാണോ കൊടുത്തത്, അതോ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തു എന്നാണോ നിങ്ങൾ വാർത്ത കൊടുത്തത്? അയ്യോ, കൃഷ്ണദാസ് അങ്കിള് കലിപ്പിലാണ് കേട്ടോ. പേടിയും വരുന്നു. വീണയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്നാണോ നിങ്ങൾ വാർത്ത കൊടുത്തത്? വീണ വിജയൻ പിണറായി വിജയന്റെ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീടല്ലാതെ പിന്നെ AKG സെന്ററോ കൃഷ്ണദാസ് അങ്കിളിന്റെ വീടോ വന്ന് റെയ്ഡ് ചെയ്യണോ ED? എന്തെങ്കിലേ നിങ്ങൾ വാർത്ത എങ്ങനെയാ കൊടുത്തത്?
വാർത്ത കൊടുത്തത് പറയണോ? പിണറായി വിജയന്റെ മകളുടെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്നാണോ കൊടുത്തത്, അതോ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്നോ? പിണറായി വിജയന്റെ വാടക വീട് റെയ്ഡ് ചെയ്തു എന്നാ വാർത്ത കൊടുത്തത്. താങ്കൾക്ക് എന്തുവാ അതിന് വലിയ പ്രശ്നമുണ്ടോ ഇപ്പം? അതാണോ നിങ്ങളുടെ പ്രശ്നം? മാധ്യമങ്ങളുടെ നെഞ്ചത്താ പുള്ളി എപ്പോഴാണെങ്കിലും. മറ്റേ ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ട് നിൽക്കുന്ന പോലെ മാധ്യമപ്രവർത്തകർ നിൽക്കുന്നതെന്ന് പറഞ്ഞത് ഇങ്ങേരാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ കലിപ്പ. കാരണം ഉള്ള രഹസ്യങ്ങളൊക്കെ ചൂഴ്ന്ന് പുറത്തെടുക്കുന്ന അവരാണല്ലോ. എല്ലായിടത്തും മൈക്കും തൂക്കിക്കൊണ്ട് ചെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചെടുത്തോളൂ. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇപ്പം അവരെ ഒരു വടിവാള് കൈ കിട്ടിയ 52 തുണ്ടാക്കാന്നുള്ള കണക്കിനാണ് അന്ന് നിൽക്കുന്നത്. പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്നല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത്? അങ്കിളിന്റെ കയ്യിൽ ഈ ഒരു ഒറ്റ പോയിന്റേ ഉള്ളൂ. അങ്കിളിനിപ്പം വാർത്ത പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്തു എന്ന് കൊടുത്തതാ പ്രശ്നം. രായാവിന്റെ വീട് റെയ്ഡ് ചെയ്തു എന്ന് കൊടുത്തത് കേട്ടപ്പോൾ അടിമക്കമ്മിക്ക് വല്ലാണ്ടങ്ങ് വേദനിച്ചു. ആ വേദനയാണ് നമ്മൾ ഈ കാണുന്നത്. അണ്ണാ കോടികൾ സേവനമൊന്നും കൊടുക്കാതെ വാങ്ങിച്ച് കീശയിലിട്ടത് അണ്ണിന് പ്രശ്നമല്ലേ? അതിവിടെ ഒരു വിഷയമല്ലേ അണ്ണ? ആരുടെ വീട് റെയ്ഡ് ചെയ്തു, എങ്ങനെ വാർത്ത കൊടുത്തു എന്നുള്ളതാണോ നിങ്ങൾക്ക് പ്രശ്നം? അല്ല, നിങ്ങൾക്ക് എന്താ അങ്കിളെ വല്ലാത്തൊരു വെപ്രാളം ഈ വിഷയത്തിൽ? അങ്ങനെയല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത്? അപ്പൊ മാധ്യമപ്രവർത്തകർ പിണറായിയുടെ വീട്ടിൽ ഇടി വന്നു എന്ന് വാർത്ത കൊടുത്തതാണ് പ്രസ്ഥാനത്തിന് വലിയ ബുദ്ധിമുട്ടായി പോയത് കേട്ടോ. വീണാ വിജയന്റെ വീട് റെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരാരും അനങ്ങത്തില്ലായിരുന്നു. അവരാരും തെരുവിൽ ഇറങ്ങത്തില്ലായിരുന്നു. അപ്പൊ മാധ്യമപ്രവർത്തകരാണ് ഇവിടെ തെറ്റുകാർ. കണ്ണട വെച്ചിട്ടുണ്ടെങ്കിലും അതിന് പവർ പോരെന്ന് തോന്നണ. കുറച്ചുകൂടെ പവറുള്ള ഒരു കണ്ണട എടുത്ത് ഫിറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് ആ ചുണ്ടിന്റെ വിറയൊക്കെ ഇത്തിരി കുറയ്ക്ക്. ഇനി വിറച്ചിട്ടൊന്നും കാര്യമില്ല. കുറേ കൊല്ലങ്ങളായിട്ട് കിടന്ന് വിറച്ചതല്ലേ, ഇനി വിറയൊന്നും വിലപ്പോകത്തില്ല. അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വാർത്ത കേസെന്തോ ആകട്ടെ, കോടികൾ എത്ര വാങ്ങിക്കട്ടെ, അതൊക്കെ അവരുടെ കാര്യം, അവരുടെ ഫാമിലി പ്രശ്നം. അതൊന്നും പ്രസ്ഥാനത്തിന് കാര്യമല്ല. പക്ഷേ പിണറായി വിജയൻ വീണാ വിജയന്റെ അച്ഛനായിരിക്കുന്നിടത്തോളം കാലം പ്രസ്ഥാനം അവരെ സംരക്ഷിക്കും. അതാണ് നമ്മുടെ പ്രശ്നം അല്ലേ അണ്ണാ? നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇനി നിങ്ങളെ കേട്ടോണ്ടിരുന്നാൽ ഞങ്ങളുടെ അത് കൂടും. അതുകൊണ്ട് തൽക്കാലം അങ്കിള് പോയി ഒന്ന് വിശ്രമിക്കണം. നിങ്ങളന്ന് വാർത്ത കൊടുത്ത് പിണറായിയുടെ വീട് റെയ്ഡ്, ഇ ഡി പിണറായിയുടെ വീട്ടിൽ. നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേക്ക്, അപ്പൊ ചിലപ്പോൾ ശരിയാവും.